ഉള്ള ഒരു ദേശം, മാതാപിതാക്കളെ അതിദാരുണമായി കൊലപ്പെടുത്തുന്ന തലമുറ, മദ്യത്തിനും മയക്കുമരുന്നിനും അതേ അടിമയായിക്കൊണ്ട് കുടുംബ ജീവിതം ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഇങ്ങനെ ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് അവരെ നടത്തുവാൻ വേണ്ടിയാണ് സുവിശേഷം വിളിച്ചറിയിക്കുന്നത്. ആഫ്രിക്ക എന്ന രാജ്യത്തിൽ മനുഷ്യനെ പച്ചയ്ക്ക് ഭക്ഷിക്കുന്ന ഒരു രാജ്യമായിരുന്നു ആഫ്രിക്ക. സുവിശേഷം അവിടെ കടന്നു ചെന്നു. ഇന്ന് ആഫ്രിക്കയുടെ ഓരോ തെരുക്കോണുകളിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷം വളരെ ശക്തമായി പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി സ്വീകരിച്ചുകൊണ്ട് അതേ അവന്റെ ആ മരണത്തോട് അനുരൂപപ്പെടുന്ന സ്നാനമെന്ന ആ പ്രക്രിയ ഏറ്റെടുത്തുകൊണ്ട് അനേകർ കർത്താവിന്റെ സാക്ഷികളായി ആഫ്രിക്കന്റെ വനാന്തരങ്ങളിൽ അതെന്നും ജീവിക്കുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തിരുവനന്തപുരത്തിന്റെ ഭാഗത്ത് ചെങ്കൽച്ചൂള എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ അക്രമികൾ അരാജകത്വം ചെയ്യുന്നവർ, കൊല ചെയ്യുന്നവർ, മോഷ്ടിക്കുന്നവർ, ഭീഷണി ഉയർത്തുന്നവരുടെ ഒരു സ്ഥലമാണ് ചെങ്കൽച്ചൂള എന്ന് പറയുന്നത്. അവിടെ സുവിശേഷം കടന്നു വന്നു. ചെങ്കൽച്ചൂളയുടെ ഓരോ തെരുക്കോണിലും ഇന്ന് സത്യസുവിശേഷം വളരെ ശക്തമായി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ സമാധാനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ചെങ്കൽച്ചൂള ദൂരെയെങ്ങുമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു അനുഭവം അവിടെ ഉണ്ടാകുവാനുള്ള കാരണം ഈ സുവിശേഷം അവിടെ എത്തിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളും ഇന്ന് ഈ ദേശത്ത് കടന്ന സുവിശേഷം അറിയിക്കുന്നത്. നിങ്ങൾ ആരും ഒരു ക്രിസ്ത്യാനി ആകണ്ട, ഒരിക്കലും നിങ്ങൾ ക്രിസ്ത്യാനി ആയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ ഒരു സൃഷ്ടിയായി മാറുന്നുവെന്ന്. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ മ്ലേച്ഛത വിട്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയായി മാറുന്ന ഒരു അനുഭവമാണ് അവൻ പുതിയ സൃഷ്ടിയാകുന്നത്. അതിന് പറയുന്ന പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു മതത്തെ ഞങ്ങളിവിടെ താഴ്ത്തിക്കെട്ടുവാനോ ഉയർത്തി കാണിപ്പാനോ അല്ല ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. എന്നാൽ ആര് നിൽക്കുന്നു? അതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏക സത്യ ദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഇന്ന് പകലിൽ നിങ്ങളോട് പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് തിരസ്കരിക്കാം, എന്തെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കടന്നു പോകും. എന്നാൽ ഇവിടെ വിളിച്ചറിയിച്ച സുവിശേഷം, ഇവിടെ നിൽക്കുന്ന ഓരോ മരങ്ങളും, ഇവിടെ നിലനിൽക്കുന്ന ഓരോ വീടിന്റെ ഭിത്തികളും ജനാലകളും, ഇവിടെ കിടക്കുന്ന ഓരോ കല്ലുകളും, അതായത് വരുന്ന ദിനങ്ങളിൽ ഇതിനെ സാക്ഷ്യം പറയുവാൻ എഴുന്നേൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദേവദാസൻ ഓർപ്പിച്ചു, ഞങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ല എന്ന് ഒരു കാലത്തും നിങ്ങൾക്ക് പറയുവാൻ കഴിയില്ല. അതാണ് ഞാനും പറഞ്ഞത്. ഇവിടെ നിൽക്കുന്ന ഓരോ മരങ്ങൾ, ഓരോ വീടിന്റെ ഭിത്തികൾ, ജനാലകൾ, കിടക്കുന്ന ഓരോ മൺതരികളും ഒരു കാലത്ത് വിളിച്ചു പറയും, ഈ ദേശത്ത് സുവിശേഷം അറിയിച്ചതാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ ഈ വിളിച്ചു പറയുന്ന ഞങ്ങളുടെ കുറവുകളോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള യാതൊരു കുറവുകളോ ഒന്നുമല്ല. നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ക്രിസ്തുവിലായി തീർന്നാൽ നിങ്ങൾക്കൊരു പുതിയ ജീവൻ പ്രാപിക്കാൻ മാത്രമല്ല മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അത് പഠിപ്പിച്ചതും തെളിയിച്ചതും യേശു കർത്താവ് മാത്രമാണ്. ആ യേശുവിന്റെ പാത പിൻപറ്റുവാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല രാജാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാഹ്ന വേളയ്ക്കായി തിരുമേനിയെ നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു. ദേശത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അടിയങ്ങളെ അവിടെ നയിച്ചു. ഈ ദേശത്തുള്ള കർത്താവെ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദൈവവചനം വിളിച്ചറിയിപ്പാൻ നമ്മുടെ അഭിഷിക്തനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ശബ്ദം ശ്രവിച്ച എല്ലാ ദേശത്ത് പാർക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മരണാനന്തരം അവർ നിത്യതയിൽ എത്തിച്ചേരുവാൻ ഈ ദിനങ്ങളിൽ അവിടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും എല്ലാ വേദനകളും മാറി അവർ നിത്യതയിലേക്ക് താവെ അവരെ എത്തിക്കുവാൻ തക്കവണ്ണം ദേശത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താവ് നന്ദിയോടെ സ്തോത്രം. ഒരാത്മാവ് പോലും ഈ ദേശത്ത് നഷ്ടപ്പെട്ടു പോവാ ദൈവമേ നീ അവിടെ അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഈ ദേശത്തിന്റെ ഒരു കൂട്ടം ജനം നിത്യതയിലേക്ക് എടുക്കപ്പെടുവാൻ വരും ദിനങ്ങളിൽ ദൈവമാകത്താവേ അതിനായി ഓരോ ഭവനങ്ങളിലും ദൈവം ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ അല്ലെങ്കിൽ രോഗികളായി പാരപ്പെടുന്നുവെങ്കിൽ അവിടുത്തെ കരം തൊട്ട് സൗഖ്യമാക്കി ഇവിടെ സാക്ഷ്യവുമായി എഴുന്നേറ്റ് ദേശദേശുവിനെ ഉയർത്തുവാൻ സ്വർഗം സഹായിക്കണം. സകലമാനവും മഹത്വവും പുകഴ്ചയും തിരുമേനിക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തു ധന്യമുള്ള നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ.